മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്കുള്ള വിമാന നിരക്ക് വർധനയിൽ ആശങ്കയോടെ തീർത്ഥാടകർ. നിരവധി കടമ്പകൾ പിന്നിട്ട് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും യാത്ര മുടങ്ങുമോ എന്നാണ് ആശങ്ക. അപ്രതീക്ഷിതമായ നിരക്ക് വർധനയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. വലിയ കടമ്പകൾ കടന്നാലേ സംസ്ഥാന സർക്കാരിന്റെ ഹജ്ജ് യാത്രാ പട്ടികയിൽ ഇടം നേടാനാകൂ. അപേക്ഷ സമർപ്പിച്ചാലും യാത്ര തരപ്പെടുമെന്നതിൽ ഒരു ഉറപ്പുമില്ല. പ്രായം പരിഗണിച്ച് ചുരുക്കപ്പട്ടികയിൽ നിന്ന് വലിയൊരു വിഭാഗം പുറത്താകും. കൂടുതൽ തവണ അപേക്ഷിച്ചാലാണ് പിന്നെയും സാധ്യത. നറുക്കെടുപ്പിലെങ്കിലും കടന്നുകൂടാം. ഇതെല്ലാം പിന്നിട്ട് പട്ടികയിൽ കടന്നുകൂടിയെന്ന് ആശ്വസിച്ചവരാണ് ഇപ്പോൾ ആശങ്കയിലായത്. ഇത്രയും വലിയൊരു തുക കൂടുതൽ ഈടാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സൽക്കർമ്മത്തിന് ബുദ്ധിമുട്ടിക്കുന്നതിൽ വളരെയധികം വേദനയും അമർഷവുമുണ്ട്. നമ്മൾ വളരെ ആഗ്രഹിച്ചു പോകുന്ന ആദ്യ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമം ഈ സർക്കാരിനോടും അതുപോലുള്ള ഇതിൻ്റെ നടത്തിപ്പുകാരോടും അങ്ങേയറ്റം അതിൻ്റെ ഒരു അപേക്ഷയുണ്ട്. കാലാനുസൃതമായ മാറ്റമല്ല, ഇരട്ടി വർധനയാണ് പ്രതിസന്ധിയായതെന്ന് മലപ്പുറം മഅദീൻ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് ജീവനക്കാരൻ. കാലാനുചിതമായ വർധനവ് വർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് ഹാജിമാർ അംഗീകരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം മറ്റ് എംബാർക്കേഷൻ പോയിന്റിനെ അപേക്ഷിച്ച് വലിയൊരു വർധനവ് കരിപ്പൂരിൽ നിന്നും സർക്കാർ ഈടാക്കാൻ അല്ലെങ്കിൽ വിമാന കമ്പനികൾ ഈടാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആശങ്കാജനകമാണ്. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉള്ള ഗൂഢ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ നമ്മൾ പലരും ആശങ്ക പങ്കുവെക്കുകയാണ്. കരിപ്പൂരിൽ നിന്ന് 1,65,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇത് പകുതിയോളമേ വരൂ. കൂടുതൽ വിമാന കമ്പനികളെ ഉൾപ്പെടുത്തി റീടെൻഡർ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. സമീർ ബിൻ കരീം, 24 മലപ്പുറം.